നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഫ്രഷ് ജ്യൂസസ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ 5 ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത്. ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് നല്ല ഗ്രീൻ ആപ്പിൾ ഒരെണ്ണം. നെക്സ്റ്റ് വേണ്ടത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കുക്കുംബർ, തൊലി കളഞ്ഞിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് 1 കപ്പ് വെള്ളം, നല്ല തണുത്ത വെള്ളമാണ് വേണ്ടത്. നെക്സ്റ്റ് നമുക്ക് 1 ടേബിൾ സ്പൂൺ തേന്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വേണ്ടത് അല്പം മിൻറ്റ് ലീവ്സ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അങ്ങനെ നമ്മളുടെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഗ്രീൻ ആപ്പിൾ ഇട്ട് കൊടുക്കുക. 1 ഗ്രീൻ ആപ്പിളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മളിതിലേക്ക് 1 കുക്കുംബർ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. തൊലി കളഞ്ഞിട്ടാണ് ഇവിടെ കുക്കുംബർ ഇട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കുറച്ച് മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഹണി ഒഴിച്ച് കൊടുക്കുക. അവിടെ 1 ടേബിൾ സ്പൂൺ ഹണിയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മളിതിലേക്ക് അല്പം തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് പെട്ടെന്നൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി അരച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ഷുഗർലെസ് ആയിട്ടുള്ള ഗ്രീൻ ആപ്പിൾ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറയുന്നത് മിൻറ്റ് ലൈമാണ്. അപ്പോൾ മിൻറ്റ് ലൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഇൻഗ്രീഡിയൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ലെമൺ ആണ്. ഒരു വലിയൊരു സൈസുള്ള ഒരു ലെമണാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഹണി. നെക്സ്റ്റ് 1/4 കപ്പ് മിൻ്റാണ് എടുത്തിട്ടുള്ളത്. നിറയെ എടുത്തിട്ടില്ല, കുറച്ച് ഒരു ഹാഫായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1 കപ്പ് വെള്ളം, തണുത്ത വെള്ളം. അപ്പോൾ തണുത്ത വെള്ളത്തിന് പകരം നമുക്ക് ഐസ് ക്യൂബ്സ് യൂസ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഈ 4 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് മിൻറ്റ് ലൈം ഉണ്ടാക്കാമെന്ന് നോക്കാം. നെക്സ്റ്റ് നമ്മളുടെ മിൻറ്റ് ലൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമ്മളുടെ മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ ഒരു ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ കുരു കളഞ്ഞിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ നല്ല കയ്പുണ്ടാവും. അതുപോലെ തൊണ്ടിട്ട് കൊടുക്കാൻ പാടില്ല. നെക്സ്റ്റ് നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ച് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളിതിലേക്ക് 1 കപ്പ് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി 1/2 കപ്പ് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താലും മതി. നെക്സ്റ്റ് നമ്മൾ നന്നായി അരച്ചെടുക്കുക. അങ്ങനെ നമ്മളുടെ മിൻറ്റ് ലൈം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലൂടെ നമുക്ക് ഗ്ലാസ്സിലേക്ക് സേവ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടുത്ത ജ്യൂസ് എന്താണെന്ന് വെച്ചാൽ ഒരു വാട്ടർമെലൺ ജ്യൂസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് വാട്ടർമെലൺ. ഇവിടെ 1 കപ്പ് ചക്കരമത്ത എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക, അതാണ് എടുത്തിട്ടുള്ളത് വാട്ടർമെലൺ. നെക്സ്റ്റ് 1/4 കപ്പ് മിൻറ്റ്. ദെൻ 1 കപ്പ് നല്ല തണുത്ത വെള്ളം, അല്ലെങ്കിൽ 1/2 കപ്പ് തണുത്ത വെള്ളം, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ്. ദെൻ 1 ലെമൺ. ദെൻ 1 ടേബിൾ സ്പൂൺ ഹണി. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. വലിയൊരു ബ്ലെൻഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വാട്ടർമെലൺ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കുക. ഇവിടെ കുറച്ച് മിൻറ്റ് ലീവ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ലെമൺ ജ്യൂസ്. നെക്സ്റ്റ് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ച് കൊടുക്കുക.
ദെൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക, നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നന്നായി അടിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ വാട്ടർമെലൺ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മളുടെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻറ്റ് വേണമെന്ന് നോക്കാം. അപ്പം നമ്മളുടെ ഫസ്റ്റ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഓറഞ്ച്, ഇവിടെ ഒരു ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1/4 കപ്പ് മിൻറ്റ് ലീവ്സ്, ദെൻ തണുത്ത വെള്ളം, ദെൻ ഒരു ലെമൺ, ദെൻ 1 ടേബിൾ സ്പൂൺ ഹണി. അപ്പോൾ ഈ 5 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ഒരു വലിയൊരു ബ്ലെൻഡർ എടുക്കുക. അതിലേക്ക് നമ്മളുടെ ജ്യൂസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഓറഞ്ച് ഇട്ട് കൊടുക്കുക. അവിടെ ഞാൻ ഒരു ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്, അതും കുരു ഇല്ലാതെ തന്നെ എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ കുറച്ച് മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കുക. ദെൻ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഹണി, ദെൻ അല്പം ലെമൺ ജ്യൂസ്. നെക്സ്റ്റ് നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ ഓറഞ്ച് ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലൂടെ നമുക്ക് അരിച്ച ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഈ 4 ഡ്രിങ്ക്സും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.